അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ വന്നത് മാരുതി സുസുക്കിൻ്റെ 2 ഈക്കോ ആണ്. വാൻ ടൈപ്പിൽ വരുന്ന വണ്ടികളാണ് രണ്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാണാനുള്ള വണ്ടിയാണ്. രണ്ടും പെട്രോൾ മാനുവലാണ് വരുന്നത്. അധികം പേർക്കും CNG വണ്ടികൾ ഈ കച്ചവടത്തിന് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും. പക്ഷേ രണ്ടും പെട്രോളാണ്, CNG അല്ല വരുന്നത്. 2016 മോഡലുണ്ട്, 2020 മോഡലുണ്ട്. വണ്ടീൻ്റെ എൻജിൻ്റെ CC വരുന്നത് 1.2 ആണ്, 4 സിലിണ്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 12-13 കിലോമീറ്റർ വരെയൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനമാണ്. അത്യാവശ്യം ലഗേജ് ലോഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളാണ്. പിന്നെ മാരുതിൻ്റെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ബാക്ക് ഹൗസിങ് വരുന്ന വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം പുള്ളിങ്ങും അതേപോലെ തന്നെ വലിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലോഡ് കയറിയാലും അത്യാവശ്യം വലിവ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി ഈക്കോ 2016 മോഡലാണ്. കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 72,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഫുൾ കൂളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC ആണ് വണ്ടി വരുന്നത്. രണ്ട് വണ്ടി AC തന്നെയാണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷനാണ് വണ്ടി നിലവിലുള്ളത്. ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെ സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട്. ഫ്രണ്ടിലും ബാക്കിൽ നല്ല ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് വണ്ടി കാണാൻ. ഇൻ്റർവ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്ക് അഡീഷണൽ ഒരു സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ AC ആണ് വണ്ടിക്ക് വരുന്നത് ഫീച്ചർ. പിന്നെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരില്ല. പുതിയ മോഡലിലും വണ്ടിക്ക് വരുന്നില്ല, പഴയ മോഡലും വരുന്നില്ല. അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈക്കൊക്കെ അധികം ലോഡ് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവാറുണ്ട്. ഈ വണ്ടിക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നോക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഒറിജിനൽ പ്ലാറ്റ്ഫോം തന്നെയാണ് വണ്ടിക്ക് കാണുന്നത്. ആ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വണ്ടി, ആ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആവറേജ് ടയറാണ് വണ്ടിക്കുള്ളത്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,15,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് 2.5 ലക്ഷം വരെയൊക്കെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അപ്പോൾ മോഡൽ കുറഞ്ഞ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഈക്കൊക്കെ അന്വേഷിച്ചെടുക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. ഫാമിലി യൂസിന് പറ്റിയ വണ്ടി കേട്ടോ അത്. അപ്പോൾ അടുത്ത വണ്ടി BS6 വരുന്ന ഒരു ഈക്കോ ആണ്. 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 75,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സെയിം ഫീച്ചേഴ്സ് വരുന്ന വണ്ടി തന്നെയാണ്. AC ആണ്. 5 സീറ്റ് വണ്ടിയാണ്. രണ്ടും 5 സീറ്റാണ് വരുന്നത്. KL 10 മലപ്പുറം രജിസ്ട്രേഷനാണ് വണ്ടി നിലവിലുള്ളത്. വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികളാണ് രണ്ടും. ഇൻ്റർവ്യൂ ഒക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കവറൊക്കെ വണ്ടിക്കൊന്ന് മാറാനായിട്ടുണ്ട്. പിന്നെ സിംഗിൾ എയർ ബാഗ് വരും ഈ വണ്ടിക്ക്. BS6 വരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ 5 സീറ്റാണ് വണ്ടി. ഞാൻ പറഞ്ഞല്ലോ 7 സീറ്റ് വണ്ടിയും വരുന്നുണ്ട്. 5 സീറ്റാണ്. ടയർ ബാഗൊക്കെ കുഴപ്പമില്ലാത്തൊരു ആവറേജ് ടയറുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,10,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 3,80,000 to 4 ലക്ഷം വരെയൊക്കെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ ഈ 2 വണ്ടിയും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്. രാമനാട്ടുകര അടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഈക്കോ അന്വേഷിച്ചെടുക്കുന്നവരുണ്ടെങ്കിൽ ഓർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് രണ്ടും. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 2 വാഹനങ്ങളും നിലവിൽ പ്രൈവറ്റിലാണുള്ളത്.